നമസ്കാരം. എന്തൊക്കെയാണ് ഈ നാട്ടിൽ നടക്കുന്നത്? കോടതികളെപ്പോലും സാധാരണക്കാരായ പൊതുജനങ്ങൾക്ക് സംശയദൃഷ്ടിയോടെ നോക്കിക്കാണേണ്ടി വരുന്ന അവസ്ഥ. പെരിയ ഇരട്ടക്കൊലക്കേസിലെ പ്രതികളായ CPMകാരെ CBIയുടെ പ്രത്യേക കോടതി ശിക്ഷിച്ചിട്ട് ഒരാഴ്ച തികഞ്ഞിട്ടില്ല. പ്രതികളെല്ലാവരെയും അവരുടെ താൽപ്പര്യപ്രകാരം കണ്ണൂർ ജയിലിലാക്കുകയും ചെയ്തു. വിധിയിൽ തൃപ്തരല്ലെന്ന് കൊല്ലപ്പെട്ട കൃപേഷിൻ്റെയും ശരത്ലാലിൻ്റെയും കുടുംബങ്ങൾ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. എന്നാൽ എല്ലാവരെയും നിരാശരാക്കുന്ന വിധിയാണ് ഇന്ന് ഹൈക്കോടതിയിൽ നിന്ന് വന്നിരിക്കുന്നത്. CPM നേതാവും ഉദുമ മുൻ MLAയുമായ KV കുഞ്ഞിരാമൻ അടക്കമുള്ള 4 പ്രതികളുടെ ശിക്ഷ നടപ്പാക്കുന്നത് തടഞ്ഞുകൊണ്ടുള്ള വിധിയാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് പുറപ്പെടുവിച്ചിരിക്കുന്നത്. ശിക്ഷയ്ക്കെതിരെ കുഞ്ഞിരാമൻ അടക്കമുള്ള പ്രതികൾ ഡിവിഷൻ ബെഞ്ചിനെ സമീപിക്കുകയായിരുന്നു. 5 വർഷം തടവും 10,000 രൂപ പിഴയുമായിരുന്നു വിചാരണ കോടതി പ്രതികൾക്ക് വിധിച്ചിരുന്നത്. ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ശിക്ഷ മരവിപ്പിച്ചതോടെ ഈ 4 കൊലയാളി നേതാക്കൾക്കും ജാമ്യം ലഭിക്കും. വിചാരണ കോടതി വിധിക്കെതിരെയുള്ള അപ്പീലിൽ പിന്നീട് വാദം കേൾക്കാനാണ് ഡിവിഷൻ ബെഞ്ചിന്റെ തീരുമാനം. ജസ്റ്റിസ് PB സുരേഷ് കുമാർ, ജസ്റ്റിസ് ജോബിൻ സെബാസ്റ്റ്യൻ എന്നിവരടങ്ങിയ ബെഞ്ചിൻ്റേതാണ് വിധി. 14-ാം പ്രതിയും കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമായിരുന്ന K മണികണ്ഠൻ, 20-ാം പ്രതിയും ഉദുമ മുൻ MLAയുമായ KV കുഞ്ഞിരാമൻ, 21-ാം പ്രതി രാഘവൻ വെളുത്തോളി എന്ന രാഘവൻ നായർ, 22-ാം പ്രതി KV ഭാസ്കരൻ എന്നിവരുടെ ശിക്ഷയാണ് ഡിവിഷൻ ബെഞ്ച് മരവിപ്പിച്ചത്. ജീവപര്യന്തം ശിക്ഷ വരെ കിട്ടാവുന്ന കുറ്റകൃത്യം ചെയ്ത പ്രതിയെ പോലീസ് കസ്റ്റഡിയിൽ നിന്ന് കടത്തിക്കൊണ്ടുപോയി എന്നതായിരുന്നു ഈ 4 പേർക്കും എതിരെയുള്ള കുറ്റം. പ്രതിപ്പട്ടികയിൽ ഉൾപ്പെട്ടിരുന്ന ഇവർക്ക് പിന്നീട് ജാമ്യം കിട്ടിയിരുന്നു. ശിക്ഷിക്കപ്പെട്ട എല്ലാ പ്രതികളെയും കണ്ണൂർ ജയിലിലേക്ക് കൊണ്ടുവന്നപ്പോൾ യാത്രയയക്കാനെത്തിയത് ജയിൽ ഉപദേശക സമിതി അംഗം കൂടിയായ P ജയരാജൻ ഉൾപ്പെടെയുള്ളവരായിരുന്നു. ഇതൊക്കെ എന്ത് സന്ദേശമാണ് സമൂഹത്തിനും പാർട്ടി പ്രവർത്തകരായ അണികൾക്കും നൽകുന്നത്? നിങ്ങൾ എന്ത് തെമ്മാടിത്തരവും ചെയ്തോളൂ, ആരുടെ ജീവൻ വേണമെങ്കിലും എടുത്തോളൂ, ഞങ്ങളുണ്ട്, പാർട്ടിയുണ്ട് കൂടെ. ഈ സന്ദേശമാണ് പാർട്ടിയും പാർട്ടി നേതാക്കളും കൊലയാളികൾക്ക് പരസ്യ പിന്തുണ നൽകുന്നതിലൂടെ വ്യക്തമാക്കുന്നത്. 2 ചെറുപ്പക്കാരെ അതിക്രൂരമായി വഴിയിൽ തടഞ്ഞിട്ട് വെട്ടിക്കൊലപ്പെടുത്തി. എന്നിട്ടും പ്രതികളുടെ ശിക്ഷ മരവിപ്പിച്ചിരിക്കുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രതിയായ ലാവ്ലിൻ കേസ് പോലും 1048 തവണകളായി മാറ്റിവെച്ചുകൊണ്ടിരിക്കുന്നു. ഇതൊക്കെ കാണുമ്പോൾ സാധാരണക്കാരായ ജനങ്ങൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? പാർട്ടിക്ക് വേണ്ടി കൊല നടത്തിയവരെല്ലാം ഇപ്പോഴും ജയിലിൽ, ശിക്ഷ മരവിപ്പിച്ച് നേതാക്കൾ പുറത്തും. രാഷ്ട്രീയ കൊലപാതകങ്ങൾ ഒരിക്കലും അവസാനിക്കില്ല എന്നതൊരു യാഥാർത്ഥ്യമാണ്. നഷ്ടപ്പെടുന്നത് കൊല്ലപ്പെട്ടവരുടെ കുടുംബങ്ങൾക്ക് മാത്രമാണ്. ഓരോ ജീവിതവും ഓരോ കഥകളാണ്, വേറിട്ട കഥകളുടെ ഒരു കൂട്ടായ്മ. വേണമെങ്കിൽ നമുക്കതിനെ ഒരു നോവലെന്ന് പേരിടാം. അതുപോലൊരു നോവലല്ലേ നിങ്ങളുടെ ജീവിതവും? എന്താ, ശരിയല്ലേ? നിങ്ങളുടെ അനുഭവങ്ങൾ, കഥകൾ എന്തുമായിക്കൊള്ളട്ടെ, അത് കേൾക്കാൻ DNA ന്യൂസിലൂടെ ഞാൻ എത്തുന്നു. കഥ പോലൊരു ജീവിതം, അതിനായി ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു. നമുക്ക് ഒന്നിച്ച് കാണാം, കുറേ കാര്യങ്ങൾ സംസാരിക്കാം, വേദനകൾ പങ്കിടാം. നിങ്ങളുടെ വിഷയങ്ങൾ, അനുഭവങ്ങൾ അത് ഞങ്ങളെ അറിയിക്കേണ്ട വിലാസം താഴെ കൊടുക്കുന്നു.